ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും നല്ല സൂചകം ഏതാണ്? പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ പൊതുവായി ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത്? മിശ്ര സമ്പദ്വ്യവസ്ഥ, മിക്സഡ് എക്കണോമി. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന്, പ്ലാനിംഗ് കമ്മീഷൻ, പകരമായി നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു? അരവിന്ദ് പനഗരിയ. ഇന്ത്യയിലെ ധനനയം, മോണിറ്ററി പോളിസി രൂപീകരിക്കുന്നതും നടപ്പാക്കുന്നതും ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്ക് ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പോ നിരക്ക്, റിപ്പോ റേറ്റ്. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ നൽകുന്ന പലിശ നിരക്ക് ഏതാണ്? റിവേഴ്സ് റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ റേറ്റ്. നാണ്യപ്പെരുപ്പം, ഇൻഫ്ലേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില തുടർച്ചയായി വർദ്ധിക്കുന്ന അവസ്ഥ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏതാണ്? സേവന മേഖല, സർവീസ് സെക്ടർ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ബോർലോഗ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥൻ. ക്ഷീര ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏതാണ്? ധവള വിപ്ലവം, വൈറ്റ് റവല്യൂഷൻ. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വർഗീസ് കുര്യൻ. പഞ്ചവത്സര പദ്ധതികൾക്ക് ഇന്ത്യയിൽ രൂപം നൽകിയത് ഏതു രാജ്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്? സോവിയറ്റ് യൂണിയൻ. മഹൽനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി, സെക്കൻഡ് 5-year പ്ലാൻ. ഇന്ത്യയിൽ ദാരിദ്ര്യം അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന അളവുകോൽ എന്താണ്? ദാരിദ്ര്യരേഖ, പോവർട്ടി ലൈൻ. ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പ്രധാന പദ്ധതി ഏതാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക പരിഷ്കാരങ്ങൾ, എക്കണോമിക് റിഫോംസ് നടപ്പിലാക്കിയത് ഏത് വർഷമാണ്? 1991. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ. സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ. ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതിന് അധികാരം ആർക്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. ഇന്ത്യയിൽ നാണയങ്ങൾ പുറത്തിറക്കുന്നതിന് അധികാരം ആർക്കാണ്? ഇന്ത്യ ധനകാര്യ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. GST ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് തീയതി മുതലാണ്? 2017 ജൂലൈ 1. GST ഏതുതരം നികുതിയാണ്? പരോക്ഷ നികുതി, ഇൻഡയറക്റ്റ് ടാക്സ്.